പഠിക്കാൻ മിടുക്കുകളായിരുന്നു, ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരുന്നു എന്നൊക്കെ തന്നെ നാട്ടുകാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതിലൊരു വിദ്യാർത്ഥി കായികമേളയിൽ പോലെയുള്ള കായിക വിഭാഗങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്ന ആയിഷയെ പോലെയുള്ള കുട്ടി അത്തരത്തിൽ സജീവമായിട്ട് കാണുന്ന, സ്കൂൾ വിട്ടു പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ തന്നെ നാട്ടുകാർ കണ്ടിരുന്ന പിഞ്ചോമനകളുടെ മുഖം ജീവനറ്റ ശരീരങ്ങളായി ഈ ഖബറിലേക്ക് ഒതുങ്ങാൻ പോകുന്നു. അതിനോടെങ്ങനെ സമരസപ്പെടുമെന്നൊരു ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഭൗതികദേഹങ്ങൾ, മക്കളുടെ മൃതശരീരങ്ങൾ പൂർണ്ണമായും കഫൻ പുടവയിൽ പൊതിഞ്ഞ മൃതശരീരങ്ങൾ, മയ്യത്തുകൾ ഈ ഖബറിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി അത് ഖബർ മൂടുന്ന ഒരു ചടങ്ങാണ്. അതിലേക്കൊരു പിടി മണ്ണ് ഇട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാട്ടുകാരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ തടിച്ചുകൂടിയ ആളുകളൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഖബർസ്ഥാനിനപ്പുറത്ത് മീറ്ററുകൾക്കപ്പുറത്ത് താഴെ ഈ പള്ളിയുടെ മേഖലകളിൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ച, അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന കാഴ്ച. എന്തായാലും നാട്ടുകാർക്ക് അവരുടെ പരാതികൾക്കിടയിൽ, അവരുടെ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾക്കിടയിൽ, പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു നടപടിയും ഉണ്ടാകാതെ പോയൊരു അപകട മേഖലയിൽ അവരുടെ നാട്ടിലെ 4 പിഞ്ചോമനകളുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊരു ചോദ്യം അതിലവശേഷിക്കുകയാണ് ഒരു സംഭവം. അതിനെന്ത് മറുപടി ഇവിടെയുള്ള അധികാരവർഗങ്ങൾക്ക്, ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയുമെന്നൊരു ചോദ്യം അവസാന ഘട്ടത്തിലും അവർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് റോഡ് തന്നെ വേണ്ട, ഈ റോഡ് പൂർണ്ണമായി പൊളിച്ചിട്ടാലും കുഴപ്പമില്ല, അത്തരത്തിലുള്ള വികസനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്ര അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അതിലൂടെ യുവാക്കളുടെ മരണത്തിനുൾപ്പെടെ കാരണമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്ത അതാണ് ബഷീർ. ഇപ്പോൾ 6 മാസം മുമ്പ് MVD റിപ്പോർട്ട് നൽകിയതാണ് ഈ റോഡ് ഒട്ടും സുരക്ഷിതമല്ല എന്ന്. അന്നേ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ 4 കുട്ടികൾ പൊലിഞ്ഞു പോകില്ലായിരുന്നു എന്നൊരു സത്യം കൂടി ബാക്കി നിൽക്കുകയാണ്. പാലക്കാട് പനയമ്പാടം വളവിലെ അപകട വളവിൽ പൊലിഞ്ഞ പിഞ്ചു കുട്ടികളാണ്. അതിൽ 4ാമത്തെ ആളുടെയും മൃതദേഹം ഇപ്പോൾ ഖബറിലേക്ക് വയ്ക്കുകയാണ്. നാടിനെ മുഴുവൻ ദുഃഖിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ വൈകിട്ടുണ്ടായത്. 3:45 ഈ ദുരന്തം സംഭവിച്ച് സ്കൂളിൽ നിന്ന് റോഡരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന 5 കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. ഈ 5 കുട്ടികളിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുകയായിരുന്നു, അജ്ന. തൊട്ടടുത്ത കുഴിയിലേക്ക് വീണു പോവുകയായിരുന്നു. അതുകൊണ്ടാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ ചാലിൽ നിന്നും ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് മരിച്ചുപോയ ഇർഫാനയുടെ ഉമ്മയാണ്. ആ കാര്യം കൂടി ആ കുട്ടി പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആ ലോറി വന്ന് കുട്ടികളുടെ മേലേക്ക് പാഞ്ഞു കയറുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ, ആ 4 കുട്ടികളും നടന്നു പോകുന്ന ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്നു. നാളത്തെ പരീക്ഷയെക്കുറിച്ചും നാളെ രാവിലെ പോകുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് പരസ്പരം സംസാരിച്ചതെന്ന് ഖബറടക്കത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് നടന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്രയായിരിക്കുന്നു. തുപ്പനാട് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ 4 കുട്ടികൾക്കും അടുത്തടുത്താണ് കബറിടമൊരുക്കിയത്. ഒരു ദുരന്തവും ഒരു അപകടവും
ഒരു പാഠവും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. 60-ലേറെ അപകടങ്ങൾ നടന്ന വളവാണ്. എന്നിട്ടും അധികൃതർ അതിന്മേലൊരു നടപടി എടുക്കുന്നില്ല എന്ന വിമർശനം ശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു.